ഒറ്റ കാരണമാണ് SFIക്കാരല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മർദ്ദിക്കപ്പെട്ടത്. ഏരിയ കമ്മിറ്റിയിൽ തുടങ്ങി ലോക്കൽ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും വരുന്ന ഗുണ്ടകൾ ചേർന്നുകൊണ്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. അവരവരുടെ കയ്യൂക്കും ധാർഷ്ട്യവും കാണിക്കാൻ അത് അനുവദിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കാണിക്കാനാണെങ്കിൽ SFIക്ക് വേറെ കലോത്സവം നടത്താമല്ലോ. ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവമാണല്ലോ. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു 20 ആൾ ചേർന്ന് ഒരാളെ മർദ്ദിക്കുന്ന അവസ്ഥയാണ്. സംഘാടക സമിതിയുടെ ID കാർഡ് ഇട്ട ആളുകൾ തന്നെ വന്ന് മർദ്ദിക്കുന്ന അവസ്ഥയാണ്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയുടെ കലോത്സവത്തിൽ SFI KSU സംഘർഷം ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ KSU പ്രവർത്തകർക്ക് ഒന്നിലധികം പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള ഈ സംഘർഷത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്ന് നമ്മളോട് ഇന്ന് KSU പ്രവർത്തകർ വിശദീകരിക്കുകയാണ്. സംഘർഷത്തിന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അടിസ്ഥാനമായിട്ട് ഒറ്റ കാരണമാണ് SFIക്കാരല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മർദ്ദിക്കപ്പെട്ടത്. ഇന്നലെ രാവിലെ പുലർച്ചയായിട്ട് 7 മണിയോട് ചേർന്നാണ് ഒപ്പനയുടെ ലോട്ട് കിട്ടി. നമ്മുടെ കോളേജിന് 19ാമതാണ്. അപ്പോൾ 17 കഴിഞ്ഞു. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്താണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്നത്. മാർച്ച് 7-ാം തീയതി വ്യാഴാഴ്ച തുടങ്ങുന്ന കലോത്സവത്തിന് ഓരോ കോളേജുകളെ കൃത്യമായി അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 7-ാം തീയതി വർക്കലയിലുള്ള SN കോളേജ്, അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻ്റ് ആയിരുന്ന സെയ്ദ് അലി വർക്കല, അന്ന് മാർച്ച് 7-ാം തീയതി തന്നെ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഇന്ന് ഈ ദിവസം തന്നെ സെയ്ദ് അലി വർക്കല അടങ്ങുന്ന KSUവിൻ്റെ സഹപ്രവർത്തകർ ഗ്രീൻ റൂമിൽ നിന്ന് വിട്ടുപോകാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രീൻ റൂം ഞങ്ങൾ തടസ്സപ്പെടുത്തും. 8-ാം തീയതി ആകുമ്പോഴേക്കും SN കോളേജ് മാറിക്കൊണ്ട് മാറിവന്നസ് കോളേജ് വരികയാണ്. 9-ാം തീയതി ആകുമ്പോഴേക്കും ഇക്ബാൽ കോളേജും നെടുമങ്ങാട് കോളേജും വരികയാണ്. 10-ാം തീയതി ആകുമ്പോഴേക്കും ഗവൺമെൻറ് ലോ കോളേജ് വരികയാണ്. ഓരോ ദിവസവും തിരുവനന്തപുരം ജില്ലയിലെ KSU ജയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സീറ്റുകൾ പിടിച്ചടക്കിയ എല്ലാ ക്യാമ്പസിലെ KSUക്കാരെയും കൃത്യമായി സ്കെച്ച് ചെയ്തുകൊണ്ട് ഏരിയ കമ്മിറ്റിയിൽ തുടങ്ങി ലോക്കൽ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും വരുന്ന ഗുണ്ടകൾ ചേർന്നുകൊണ്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. ഒരു പ്രകോപനവുമില്ലാതെ. നമുക്കറിയാം ഈ ക്യാമ്പസിൽ നിന്ന് 100-ലധികം കുട്ടികളാണ് ഒരുപാട് ഇനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനായിക്കോട്ടെ, അവരെ കൃത്യസമയത്ത് പലയിടത്ത് എത്തിക്കാനും ലോട്ട് എടുക്കാനുമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾക്കായിട്ട് അവിടെ നിൽക്കുന്ന 2 വിദ്യാർത്ഥികളെയാണ്. ഫൈനൽ വർഷ വിദ്യാർത്ഥിയും KSUവിൻ്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ നിതിൻ തമ്പി, യൂണിറ്റ് സെക്രട്ടറിയായ റൂബൻ കുര്യാക്കോസ് തോമസ് അടക്കമുള്ളവരെ വളരെ ക്രൂരവും മൃഗീയവുമായിട്ടാണ്. അതിൻ്റെ വിഷ്വൽസ് അടക്കം നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മളെ നൊമ്പരപ്പെടുത്തുന്നില്ലെങ്കിൽ ആശങ്ക ഉയർത്തുന്ന ഒറ്റ കാര്യമെന്ന് വെച്ചാൽ, പോലീസിനോട് നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ പോലീസ് തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്, നിങ്ങൾ എന്തിനിവിടെ വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കേണ്ട ഒരു മനുഷ്യൻ്റെ SFIക്കാർ എന്തിനിവിടെ വന്നു, അല്ലെങ്കിൽ KSUക്കാർ എന്തിനിവിടെ വന്നു? കലോത്സവം നടക്കുന്ന വേദിയിൽ KSUവിന് കാര്യമില്ലേ? വിദ്യാർത്ഥികളുടെ കലോത്സവമാണ്, വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയാണ് KSUക്കാർ വന്നിരുന്നത്. ഒറ്റ കാര്യമാണ്, കലോത്സവ വേദിയിലും ക്യാമ്പസിലുമൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം നിലച്ചിരിക്കുകയാണ്. SFIക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള ഇടമായ ക്യാമ്പസുകളും SFIക്ക് മാത്രം നടത്തിപ്പിക്കാനുള്ള അവകാശമായ കലോത്സവങ്ങൾ മാറുമ്പോഴാണ് അവിടെ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നത്, ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? കാരണം കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റിരുന്നു. അതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. FIR വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സാഹചര്യം സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന അക്രമത്തിൻ്റെ പരാതി പോലീസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു പരാതി ഇല്ല. പിന്നെ നമുക്കെതിരെ എടുത്ത കേസാണ് അത്. സമരം ചെയ്തു എന്നുള്ള 149-ൻ്റെ. എന്ത് പറഞ്ഞിട്ടായിരുന്നു ആദ്യം പ്രകോപനം ഉണ്ടായി? പ്രകോപനം ഇല്ലല്ലോ. യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു 20 ആൾ ചേർന്ന് ഒരാളെ മർദ്ദിക്കുന്ന അവസ്ഥയാണ്. അത് 2 മണിക്കൂർ കൂടുമ്പോൾ ആ കലോത്സവ വേദിയിൽ ഒരു അടി നടക്കും. നിങ്ങൾ കുറച്ച് നേരം ആ കലോത്സവ വേദിയിൽ നിന്ന് കഴിഞ്ഞാൽ അറിയാം. യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിലും സെനറ്റ് ഹാളിലാണെങ്കിലും 2 മണിക്കൂർ കൂടുമ്പോൾ ഒരാൾ 20 പേരാൽ ആക്രമിക്കപ്പെടുകയാണ്. അയാൾ KSUക്കാരനാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ആക്രമിക്കപ്പെടുന്നവർ KSUക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു യുവജനോത്സവമാണല്ലോ, അല്ലാതെ കലാപഭൂമിയാക്കേണ്ട കാര്യമില്ലല്ലോ അതിനെ. അപ്പോൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു മർദ്ദനം നടക്കുന്നതിൽ പിന്നെ നമ്മൾ പിറ്റേന്നാണ് അറിയുന്നത്, തിരഞ്ഞു പിടിച്ച് KSUക്കാരെ അവരെ സ്പോട്ട് ചെയ്ത് അവരുടെ പേരടക്കം വിളിച്ച് അവരെ അറ്റാക്ക് ചെയ്യാണ് ഇവർ ചെയ്തത്. അപ്പോൾ അതിന് ഇപ്പോൾ സെനറ്റ് ഹാളിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ, സെനറ്റ് ഹാളിൻ്റെ അവിടെ മത്സരം കാണാൻ എത്തിയ KSUക്കാരെ മർദ്ദിക്കുമ്പോൾ സെനറ്റ് ഹാളിൽ തന്നെയാണല്ലോ അതിന് പ്രതിഷേധം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എത്ര പുറത്തുനിന്ന് പ്രതിഷേധിച്ചാലും ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇവിടെ KSUക്കാരെ ഇതുപോലെ യുവജനോത്സവ വേദികളിൽ MG യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, DSON കലോത്സവങ്ങളിൽ, IFFK വേദികളിൽ ഒക്കെ അതായത് ഈ കലാ സാംസ്കാരിക വേദി SFIയുടെ ആണെന്ന് ഒരു ധാരണ SFIക്കാർക്കുണ്ട്, CPMനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കലാപ്രതിഭകളെ ഏറ്റെടുക്കാനും കല ഞങ്ങളുടെ ആണെന്നൊന്നും പറയാനുള്ള യാതൊരു അവകാശവും ഇല്ലയെന്ന് മാത്രമല്ല, ഈ പറയുന്ന KSUക്കാർ പങ്കെടുക്കുന്ന ഈ പറയുന്ന രാഷ്ട്രീയ ബോധമുള്ള SFIക്കെതിരെ സംസാരിക്കുന്ന ന്യൂട്രൽ വിദ്യാർത്ഥികളും
പങ്കെടുക്കുന്ന കലോത്സവത്തിൽ അവരവരുടെ കയ്യൂക്കും ധാർഷ്ട്യവും കാണിക്കാൻ അത് അനുവദിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കാണിക്കാനാണെങ്കിൽ SFIക്ക് വേറെ കലോത്സവം നടത്താമല്ലോ. ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവമാണല്ലോ. അതുകൊണ്ടാണ് സെനറ്റ് ഹാളിൽ തന്നെ അത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ നേതാക്കളെ ആരെങ്കിലും അറിയിച്ചിരുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ? തീർച്ചയായിട്ടും രാവിലെ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സെക്രട്ടറി ആധീഷ് സുധർമ്മൻ പങ്കെടുത്തിരുന്നു. നമ്മൾ നേതൃത്വമായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. SFI നേതാക്കൾ ഈ പുറത്തുനിന്നുള്ള ആൾക്കാരെ? അതെ, പാളയം ഏരിയ കമ്മിറ്റി, അതുപോലെ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഭാരവാഹികളാണ് ആരൊക്കെയാണെന്ന്. പക്ഷേ അവരൊക്കെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. അവരൊരു ദിവസം ഇവിടെ ക്യാമ്പസിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും നമ്മുടെ അകത്തെ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഗേറ്റിന് പുറത്ത് വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഈ ക്യാമ്പസിലൊരു അധ്യാപികയുടെ കൈ പിടിച്ച് തിരിച്ചൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അന്നും പുറത്തു നിന്നുള്ള ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഒരുപാട് തവണ ഈ പുറത്തു നിന്നുള്ള ആളുകൾ ഇവിടെ ഈ പറയുന്ന പോലെ അക്രമം അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ഇപ്പം ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ അടക്കം ഞങ്ങൾ ഇദ്ദേഹമാണ് മർദ്ദിച്ചത് എന്നുള്ള രീതിയിൽ കേരള പോലീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാളയം ഏരിയ കമ്മിറ്റിയിലുള്ള ആളുകൾ നേരിട്ട് അവർ സംഘാടക സമിതിയായിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഈ സംഘാടക സമിതിയുടെ ID കാർഡ് ഇട്ട ആളുകൾ തന്നെ വന്ന് മർദ്ദിക്കുന്ന അവസ്ഥയാണ്. അത് എന്നിട്ട് അവർ തന്നെ പിടിച്ചു മാറ്റുന്ന പോലെ കാണിക്കുകയും ചെയ്യും, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ വ്യക്തമായ ധാരണ ഇതെങ്ങനെ ചെയ്യണം, ഏത് ദിവസം ആരെ മർദ്ദിക്കണം എന്നുള്ള ഫുൾ പ്ലാൻ ഇട്ടിട്ടാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധം ചെയ്തത്. നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് KSU പ്രവർത്തകരാണ്, ലോ കോളേജിലുള്ള KSU പ്രവർത്തകരാണ്. ഇവർ പറയുന്നത് എന്തെന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഘർഷത്തിന് ഇടയാകാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള CPMൻ്റെ പ്രവർത്തകർ ഈ കോളേജിലേക്ക് പ്രവേശിക്കുകയും ഇതിനെ തുടർന്നാണ് KSU പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തത് എന്നാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.